അമേരിക്കയ്ക്കെതിരായ പ്രതികാര നടപടികൾ തുടരുമെന്ന് ഇറാൻ. US വ്യോമാക്രമണം തുടരുന്നിടത്തോളം കാലം ഇറാൻ തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഇത് തങ്ങളുടെ സുരക്ഷാ നയത്തിന്റെ ഭാഗമാണെന്നും US ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ മടിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം തെക്കൻ ഇറാനിയൻ നഗരമായ ബുഷഹറിലെ നിരവധി സ്ഥലങ്ങൾ ആക്രമണത്തിന് ഇരയായി. ഇറാനിലെ മെഹർ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ബുഷഹർ ഗവർണർ പറഞ്ഞത്. ആക്രമണങ്ങളുടെ വ്യാപ്തിയും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും വിലയിരുത്തി വരികയാണെന്നും ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയുമാണെന്നും വ്യക്തമാക്കി. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. US സേന നടത്തുന്ന പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് എണ്ണവില ഉയരാൻ കാരണമായത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 2.77% വർദ്ധിച്ച് ബാരലിന് $90 മുകളിലെത്തി. ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മൂന്നാമത്തെ അമേരിക്കൻ സൈനികനും കൊല്ലപ്പെട്ടതായി US സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പുറമെ നേരത്തെ 2 അമേരിക്കൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്ത സ്ഥലത്തിന് സമീപത്ത് നിന്ന് തിരിച്ചറിയാത്ത ചില മൃതദേഹാവശിഷ്ടങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്കൻ സേന ഇറാനിലെ കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ 9ാം ദിവസവും രാത്രിയും ആക്രമണം നടത്തിയത്. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകൾക്കും സാധാരണ നാവികർക്കും നേരെ ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നതുവരെ തങ്ങളുടെ പ്രത്യാക്രമണം തുടരുമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി കുറയുന്നതിനാൽ ആഗോള ക്രൂഡ് വിപണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ നില തുടരുകയാണെങ്കിൽ സെപ്റ്റംബറോടെ എണ്ണ ശേഖരം കുറയുകയും അത് അമേരിക്കയെ പോലും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുതൽ $105 വരെ എത്താൻ സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട്. 4ാം പാദ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ബാങ്കിംഗ് ഓഹരികളിലുണ്ടായ കനത്ത വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടിവ് രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ രൂക്ഷമായ സംഘർഷങ്ങളെ തുടർന്ന് എണ്ണവിലയിലുണ്ടായ വർധനയും വിപണിയുടെ ആത്മവിശ്വാസം കെടുത്തി. സെൻസെക്സ് 575 പോയിന്റും നിഫ്റ്റി 152 പോയിന്റും ഇടിഞ്ഞു. പ്രമുഖ സ്വകാര്യ ബാങ്കുകൾ സമ്മിശ്രമായ ജൂൺ പാദ ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 2% ഇടിവ് രേഖപ്പെടുത്തി. മികച്ച വായ്പാ വളർച്ചയും സുസ്ഥിരമായ ആസ്തി നിലവാരവും ഉണ്ടായിട്ടും ലാഭവിഹിതത്തിൽ പ്രതീക്ഷിച്ചതിലും വലിയ ഇടിവുണ്ടായതായാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയത്. HDFC ബാങ്കിന്റെ ഓഹരി 5% ഇടിഞ്ഞു. ഇതിനു പുറമെ ആക്സിസ് ബാങ്കിന്റെ ഓഹരികളും 5% താഴേക്ക് പോയി. കൊടക് മഹീന്ദ്ര, യെസ് ബാങ്ക് എന്നിവയുടെ ഓഹരികളിൽ 3% വീതവും ഇടിവുണ്ടായി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.